നിങ്ങൾ നിങ്ങളുടെ ആ ചതിമോഹങ്ങളാൽ വഷളായി പോയ ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. പുട്ട് ഓഫ് ആൻഡ് പുട്ട് ഓൺ ദ ന്യൂ മാൻ. പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം. എങ്ങോട്ട് ധരിക്കണം? ഇവനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇവിടെ വേണ്ടേ? ദേഹിയെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, പഴയ സ്വഭാവത്തെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം അവിടെ വേണ്ടേ? അപ്പോ ആദ്യത്തെ ഷർട്ട് ഊരിക്കളഞ്ഞാൽ എന്ത് ചെയ്യണം? വേറെ ഷർട്ട് വേണം. അപ്പോ ഈ ദേഹിയുടെ മോളിൽ കിടക്കുന്ന ഷർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത് മൊത്തം തിന്മ നിറഞ്ഞതാണ്. അപ്പോ ഇതവിടെ കിടക്കുമ്പോൾ ഇതിനെ ഊരിക്കളയാതെ അടുത്ത പുതിയതിനെ ധരിക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ആദ്യത്തേനെ ഊരിക്കളയാതെയാണ് രണ്ടാമത്തത് ധരിക്കുന്നത്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നീ ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് നീ കൊണ്ടുപോയി നിന്റെ പഴയ തൊരുത്തിയില് വെക്കരുത്. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? 20 വർഷം ഈ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ അമ്മച്ചി, അപ്പ അമ്മച്ചിയാകും, അല്ലെങ്കിൽ അപ്പച്ചനാകും. വചനം കേട്ടാൽ ഇവരുടെ സാക്ഷ്യം പണ്ടുണ്ടായ അതേ സാക്ഷ്യം, വാക്കുകൾക്കും ഒരു വ്യത്യാസമില്ല. 20 വർഷം മുമ്പ് ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് എന്നെ സാക്ഷ്യം പറഞ്ഞ അതേ സ്റ്റൈലിൽ തന്നെ ഇവർ വീണ്ടും സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവിന്റെ ആ അളവിന് നരിയാണിയോളം ആയതിനെ അതിന് നീന്തി തുടിക്കുന്ന അളവിലേക്കൊന്നും വരുന്ന ഒരു വ്യത്യാസവും കാണത്തില്ല. കാരണം ഇതുവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഒന്ന് എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. മാക്സിമം പറയാൻ കഴിയും, കൂടുതൽ നേരം പ്രാർത്ഥിക്കും, കൂടുതൽ നേരം ഉപവസിക്കും. കൂടുതൽ നേരം പ്രാർത്ഥിച്ചത് കൊണ്ടോ കൂടുതൽ നേരം ഉപവസിച്ചത് കൊണ്ടോ അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കേണ്ടെന്നല്ല, ഉപവസിക്കുന്നുണ്ടെന്നല്ല. അത് ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കണം. പകരം നാം മനസ്സിലാക്കുക, അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നാം എന്ത് ചെയ്യണം? സീക്ക് ദ കിങ്ഡം. നമ്മളെ കാര്യം മനസ്സിലാക്കുക. ദൈവം നമുക്കൊണ്ട് എന്ത് ചെയ്തു അത് നാം മനസ്സിലാക്കാതെ വെറും പൊട്ടന്മാരെ പോലെ, കണ്ണുകുരുടന്മാരെ പോലെ നാം ജീവിക്കുവാനായിട്ട് ഇടയാകരുത്. നാം മനസ്സിലാക്കുക, എന്നിട്ട് അതിന് ചെയ്യുക. അപ്പോൾ പ്രിയരെ, നാം മനസ്സിലാക്കുന്നു, നമ്മുടെ ഈ സ്വർഗീയ സാഹചര്യം എടുത്ത്, നമ്മളുടേതായ സ്വർഗീയ മനുഷ്യനെ എടുത്ത്, നമ്മളുടേതായ ആ സോളിൽ നാം ധരിക്കുവാൻ ഇടയാകണം. ഇതിന്റെ പേരാ വിശ്വാസം. അപ്പോൾ ഈ സ്വർഗീയ മനുഷ്യനെ കുറിച്ച് നമുക്ക് ഒരറിവുമില്ല. ആ മനുഷ്യനെ കുറിച്ചുള്ള അറിവ് കിട്ടുന്ന എവിടുന്നാ? വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന്, ദൈവരാജ്യത്തിന്റെ വചനം കേൾക്കുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വചനത്തിലൂടെ ആ അറിവ് തരുമ്പോൾ, നാം നേരത്തെ കേട്ടു, പവർ പോയ ഒരു ഹോളിൽ ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, നീ ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെച്ച് നിന്റെ കയ്യെ ഒരടി വലത്തോട്ട് നീക്കിയാൽ കുപ്പിയിൽ നിന്റെ കൈത്തോടും നിനക്ക് പിന്നെ അത് ഉപയോഗിക്കാം. ഇതേപോലെ നമ്മൾ ദൈവത്തിന്റെ വചനം, ആ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വചനം നാം കേൾക്കുമ്പോൾ അത് നാം വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട് ഇടയാകണം. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? ഒന്ന്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാം അത് ഏറ്റെടുക്കാതിരിക്കുവാൻ തക്കോണം ഈ ലോകത്തിന്റെ പ്രഭു വളരെ ആക്റ്റീവാണ്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വചനം പ്രസംഗിക്കുന്ന മേഖലയിൽ നമ്മളെ എത്തിക്കത്തില്ല. 2, എത്തിച്ചാലും അവിടെ ഇരുത്തി ഉറക്കും. അല്ലെങ്കിൽ അകത്ത് കയറി കഴിയുമ്പോൾ ഒരു ടെലിഫോൺ കോള് വരും. ആ വചനം വരുമ്പോൾ തന്നെ നമ്മൾ വെളിയിൽ ഇറങ്ങിപ്പോയിരിക്കും. അല്ല എങ്കിൽ ഇത്രയും നേരം നല്ല കുട്ടികളായിരുന്ന കുട്ടികളെ അവിടെ വെച്ച് കരയിപ്പിക്കും, പ്രശ്നമുണ്ടാക്കും. അപ്പോൾ ആ കുഞ്ഞ് നല്ലതാണ്. എല്ലാവരുടെയും ശ്രദ്ധ, എല്ലാവരുടെയും മനസ്സ് ആ കുഞ്ഞിലേക്ക് കടന്നു പോകാനിടയാകും. ദൈവത്തിന്റെ വചനം പറയുന്നു, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് എന്താ പിടിക്കാൻ പോണേ? മനസ്സ്. ആ പിശാച് പിടിക്കുന്നത് നമ്മുടെ മനസ്സാ. ഈ സ്ക്രീനിലായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഈ നമ്മുടെ മനസ്സാണ് അവൻ പിടിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള, ക്രിസ്തുവിന്റെ വചനത്തോടുള്ള ഏകാഗ്രത വിട്ട് മാറ്റിക്കളയും. ഏകാഗ്രത വിട്ടുമാറിയ പോയി സഹോദരങ്ങളെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, വളരെ ഈ നമ്മളുടെ ഈ ഗൾഫില് ഈ ജൂലൈ മാസത്തിൽ ചൂടെന്ന് പറഞ്ഞ ഇത്രയും ചൂടുള്ള സമയം വേറെയില്ല. ഈ ചൂടുള്ള സമയത്ത് നിങ്ങളൊരു ബൈനാക്കുലർ എടുത്തിട്ട് ഒരു പേപ്പർ വയ്ക്കുക. ഒരു പേപ്പർ വെച്ചിട്ട്, ഇത്രയും ചൂടുണ്ട് കേട്ടോ, ഭയങ്കര ചൂടാ. ബൈനാക്കുലർ വെച്ച് ഒരു ലെൻസ്, ബൈനാക്കുലർ ലെൻസ് എടുത്തിട്ട് നിങ്ങൾ ആ പേപ്പർ കത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ലെൻസ് അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. ഈ ലെൻസ് ഈ പേപ്പറിന്റെ മുകളിലൂടെ അതിനെ വേവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കും, പേപ്പർ കത്തത്തില്ല. ശരിയല്ലേ? ഇതാണ് സാത്താന്റെ വിദ്യ. നമ്മൾ ഇവിടെ ഇരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെയിട്ട്
ആട്ടിക്കൊണ്ടേയിരിക്കും. എന്തിൽ നിന്നാ ആട്ടിക്കൊണ്ടിരിക്കണേ? ക്രിസ്തുവോലെ ആകെ നിനക്ക് കിട്ടരുത്. നീ ഒന്ന് ശ്രദ്ധിച്ചു വരുമ്പോൾ അവിടെ ഒരു അനക്കം, ഉടനെ അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ വാതിലൊന്ന് അനങ്ങി, ഉടനെ അങ്ങോട്ട് തിരിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മൊബൈലൊന്ന് അടിച്ചു, അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ പല പല കാര്യങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഓഫീസിലെ ചിന്തകളിലേക്ക് കൊണ്ടുപോകും, നമ്മുടെ വീട്ടിലെ ചിന്തകളിലേക്ക് കൊണ്ടുപോകും, നമ്മുടെ കടഭാരത്തിന്റെ ചിന്തകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താ ചെയ്യണേ? ആ ലെൻസ് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കും. ആ പേപ്പർ ഒരിക്കലും കത്തത്തില്ല. മനസ്സിലായോ? ചൂട് ശക്തമായിട്ടുണ്ട്, പക്ഷെ പേപ്പർ കത്തത്തില്ല. എന്നാൽ പോട്ടെ, നിങ്ങൾ ചിന്തിക്ക്, ഡിസംബർ ജനുവരി തണുവിന്റെ കാലം. ആ തണുവിന്റെ കാലമാണെങ്കിലും ചെറിയ സൂര്യന്റെ പ്രകാശമുണ്ട്. നിങ്ങൾ അതേ പേപ്പർ തന്നെ എടുക്കുക, ഇതേ ലെൻസ് എടുക്കുക, എന്നിട്ട് ഈ ലെൻസ് അനക്കാതെ പിടിക്കുക. സൂര്യൻ അഭിമുഖമായി താഴെ പേപ്പറും. കുറച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ കത്തും. കാരണം എന്നാന്നറിയാമോ? ഇപ്പോൾ ആ കോൺസെൻട്രേഷൻ മാറുന്നില്ല, അതിന്റെ കേന്ദ്രീകരിച്ച ബിന്ദു മാറുന്നില്ല. മനസ്സിലായോ? ഇതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? പുറമെ വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസം പ്രസംഗിച്ചാലും നിങ്ങളുടെ മനസ്സ്, കേട്ടിരിക്കുന്നവരുടെ മനസ്സ് വേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യവും ഇല്ല. പക്ഷേ അത്ര വലിയ ശക്തനായ ദൈവദാസൻ എന്നല്ല സാധാരണ രീതിയിൽ പ്രസംഗിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ കോൺസെൻട്രേഷൻ നിങ്ങൾ വിട്ടുകളയാതെ ആ ക്രിസ്തുവിന്റെ വചനത്തോട് ഏകാഗ്രതയിൽ നിൽക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവജനമേ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് സ്വർഗീയമായ കത്തലുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പ്രിയ ദൈവജനമേ, നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കുക. ഒന്ന്, പിശാച് നമ്മളെ ഇതിന് അനുവദിക്കത്തില്ല. ഇനി രണ്ട്, നമ്മൾ ഈ വചനം കേട്ടു, വചനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യമേ ചെല്ലുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? വലിയൊരു ലീക്ക് പോയിന്റാ. നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടില് ഈ നമ്മൾ ചെടിച്ചട്ടി കണ്ടിട്ടുണ്ടോ? ഈ ചെടിച്ചട്ടിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചെടിച്ചട്ടിയിൽ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും, രാവിലെ വെള്ളം ഒഴിച്ചു കൊടുത്തു, വൈകുന്നേരം ആകുമ്പോൾ എന്നെ സംഭവിക്കും? ആ വെള്ളം മുഴുവൻ വാർന്നു പോകും. കാരണം എന്നറിയാമോ? ഈ ചെടിച്ചട്ടിയുടെ അടിയില് ചില ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളുകൾ ഇട്ടതുകൊണ്ട് ഇതിന് മുകളിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല മണ്ണാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ചെടിച്ചട്ടിക്ക് അകത്ത് ഹോളുകൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താലും ആ ഒഴിക്കുന്ന പോയിന്റ് മുതൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്വർഗീയ മനുഷ്യനെ ധരിക്കുന്നത് എങ്ങോട്ടാ ധരിക്കണേ? നമ്മൾ ഈ സ്വർഗീയ മനുഷ്യനെ ധരിക്കുന്നത് നമ്മളുടെ സോളിലാണ്. സ്വർഗീയ മനുഷ്യനെ ധരിക്കുന്നത് ഈ സോളിലാണ്. സ്വർഗീയ മനുഷ്യനെ ധരിക്കുന്നത് ഈ സോള് ഈ ചെടിച്ചട്ടിക്ക് തുല്യമാണ്. നമ്മുടെ സോൾ എന്ന് പറയുന്നത് ഈ ചെടിച്ചട്ടിക്ക് തുല്യമാണ്. ഈ സോളിലാണ് സകല ജഡചിന്തകളും ഇരിക്കുന്നത്. അസൂയ, കോപം, വൈരാഗ്യം, ദ്വന്ദ്വപക്ഷ, ഈ വിഗ്രഹാരാധന, അതായത് അമിതമായി സമ്പാദിക്കുക, ദ്രവ്യാഗ്രഹം, ഇതെല്ലാം ഇരിക്കുന്നത് എവിടെയാ? നമ്മുടെ സോളിലായിരിക്കണേ. ജഡചിന്തകൾ മുഴുവൻ ഇരിക്കുന്ന സോളിലാ. ദൈവത്തിന്റെ ചിന്ത പറയുന്നു, നമ്മുടെ വചനത്തിന്റെ ചിന്ത എന്ന് പറയുന്ന ജഡചിന്തയല്ല, അത് ആത്മീയ ചിന്തയാ. ഹല്ലേലൂയ. അത് ജീവന്റെ ചിന്തയാ. ആത്മീയ ചിന്തയും ജഡചിന്തയും. അപ്പൊ വചനത്തിന്റെ ചിന്ത ആത്മീയ ചിന്ത, നമ്മുടെ സോളിലുള്ളത് ജഡത്തിന്റെ ചിന്ത. അപ്പോൾ വചനത്തിന്റെ ചിന്ത എങ്ങോട്ടേക്കാ വരുന്നത്? സോളിലേക്കാ വരുന്നത്, ജഡത്തിന്റെ ചിന്തയിലേക്കാ വരുന്നത്. ഇത് രണ്ടും ഓപ്പോസിറ്റാ. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും പരസ്പരം എതിരാ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പിൻ, എങ്കിൽ ജഡത്തിന്റെ ചിന്തകളെ നിവർത്തിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, ഇവ രണ്ടും പരസ്പരം എതിർക്കുന്നുവല്ലോ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച്, ശ്രദ്ധിച്ചേ, നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയേ, ആത്മാവിനെ അനുസരിച്ച്. വിശ്വസിക്കാത്ത ഒരു വ്യക്തി ആത്മാവിനെ അനുസരിക്കുമോ? കാണപ്പെടാത്ത ആത്മാവിനെ അനുസരിക്കുന്നതിന്റെ വിശ്വാസമാണ്. മനസ്സിലായോ? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, താഴേക്ക്. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഈ സോളിലാണ് സകല ജഡചിന്തകൾ ഇരിക്കുന്നത്. ഈ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ. ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചോ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവാ. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവാ.
അപ്പോൾ വിശ്വാസം പോകുന്ന ഒന്നാമത്തെ മണ്ഡലം ഈ പറയുന്നേ. വിശ്വാസം നമ്മുടെ അകത്തേക്ക് കയറാതിരിക്കുവാനുള്ള മണ്ഡലമാണ് പിശാച് ആദ്യം ചെയ്യുന്നത്. നമ്മളെ ശ്രദ്ധിപ്പിക്കുകയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടുവരും. നമ്മളുടെ ഹൃദയം ആ ലെൻസ് ഇങ്ങനെ വേവ് ചെയ്യുന്നത് പോലെ വേവിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതൊന്ന്. ഇത് കഴിഞ്ഞ് ആ മേഖലയെ ജയിച്ച് നമ്മൾ കടന്നു വന്നാൽ അടുത്ത മണ്ഡലം ഇതാണ്. ആത്മാവിന്റെ ചിന്ത ജഡത്തിന്റെ ചിന്തയ്ക്കെതിരെ, ജഡത്തിന്റെ ചിന്ത ആത്മാവിന്റെ ചിന്തയ്ക്ക് എതിരെ. അത് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും പഴയ അസൂയയിലും പഴയ കോപത്തിലും പഴയ രീതിയിലും പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ദൈവവചനം സ്വീകരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ കടന്നു വരുന്ന മുഴുവൻ ക്യാൻസലായി പോകും. ആത്മാവിന്റെ ചിന്തകളാണ് വചനത്തിലൂടെ വരുന്നത്. ഈ വരുന്ന ദൈവവചനത്തിന്റെ ശക്തി മുഴുവൻ ഈ ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചാൽ താഴേക്കൂടി ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ, ആ ഒഴിക്കുന്ന നിമിഷം മുതൽ താഴേക്ക് പോകുന്നത് പോലെ നമ്മുടെ അകത്തേക്ക് വരുന്ന വചനം ആ നിമിഷം മുതൽ പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ രണ്ട് ചിന്തകളും തമ്മിൽ ഓപ്പോസിറ്റ്, വിരോധമാണ്. ഇപ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇതുവരെ ആത്മീയമായി വളരാഞ്ഞതിന്റെ കാര്യം ഇപ്പൊ എനിക്ക് പിടുത്തം കിട്ടി വരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയർ, ഈ ഒരു ഭാഗം നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ല എങ്കിൽ നമ്മൾ സ്വീകരിക്കണമെന്നും അവിടെ കാണുകയില്ല. നമ്മൾ സ്വീകരിക്കുന്ന വചനം അവിടെ കണ്ടില്ല എങ്കിൽ, അപ്പോൾ പ്രിയ ദൈവത്തിനെ നാം സ്വീകരിച്ചത് കൊണ്ട് കാര്യമില്ല. ശ്രദ്ധിച്ചേ, വചനം വരുന്നു എവിടുന്ന്? നമ്മൾ ആത്മാവിൽ ദൈവവചനം നമ്മൾ സ്വീകരിച്ചു. ആ വചനം വിശ്വാസമായി നമ്മുടെ അകത്ത് കിടക്കുന്നു, വിശ്വാസമായി ഈ തീർന്നു എന്ന് വിചാരിക്കുക. അകത്ത് വന്നിട്ട് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്, തീരുമാനത്തോടുകൂടിയാണ് ഇവിടുന്ന് ഡോറ് വിട്ട് ഇറങ്ങുന്നത്. ഡോറ് വിട്ട് പ്രയർ ഹോൾ വിട്ട് ഇറങ്ങുന്നത് ആ തീരുമാനിച്ചതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ തുടർന്ന് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ സോളിന്റെ പോയിന്റ്, അതായത് ഈ ഹെവൻലി മനുഷ്യനെ എടുത്ത് നമ്മുടെ സോളിൽ ധരിക്കുകയാണ്. ഈ പോയിന്റിലാണ് ആ ലീക്ക് ഉള്ളത്. ആ ലീക്ക് ഉള്ളത് ആ സോളിലാണ്. അപ്പൊ എന്ത് ചെയ്യണം നോക്കിയേ, ദ തോട്ട് ഓഫ് ദ ഫ്ലഷ്, ഈ സോള് റെഡ് കളറിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടുന്ന് വരുന്ന ആത്മാവിന്റെ ചിന്ത വന്നിരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സോളാണ്. അവിടെയാണ് എന്ത് കിടക്കുന്നത്? ഈ വരുന്ന ചിന്തയ്ക്ക് എതിരായിട്ടുള്ളത് കിടക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് ആക്ട് ചെയ്യുന്നത്? ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അവിടെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, അതവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അതൊന്ന് ക്യാൻസലായി പോകില്ലേ? ഇല്ല, ഞാൻ നിങ്ങൾ അനുവദിച്ചെങ്കിൽ മാത്രമേ ഈ ചിന്തകൾ പൊങ്ങത്തുള്ളൂ. ഞാൻ നിങ്ങൾ അനുവദിച്ച് ചിന്തകൾ പൊങ്ങി വരുമ്പോൾ, വേണ്ട, സഹോദരൻ എന്നെക്കാൾ നല്ലൊരു വണ്ടി വാങ്ങിച്ചു, സഹോദരൻ എന്നെക്കാൾ നല്ലൊരു ക്രമീകരണം ഉണ്ടായി, സഹോദരി എന്നെക്കാൾ നല്ലൊരു ചുരിദാർ വാങ്ങിച്ചു, എല്ലാം ഓക്കെ. ഈ ചിന്തകൾ വരുമ്പോൾ, കർത്താവേ, എന്റെ സഹോദരിക്ക് എന്നെക്കാൾ നല്ലത് കിട്ടിയെന്ന് ഞാൻ നന്ദി പറയുന്നു, എന്റെ സഹോദരൻ എന്നെക്കാൾ നല്ലത് കിട്ടിയെന്ന് ഞാൻ നന്ദി പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? പകരം ഈ ചിന്തകളെ പ്രോത്സാഹിപ്പിച്ച് ഭർത്താവിനോട്, ഭാര്യയോട്, സഹോദരനോട്, ചേട്ടനോട്, അനിയനോട്, കണ്ടില്ലേ അവർ ചെയ്തത് കണ്ടില്ലേ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം നമ്മൾ ജഡത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉടനെ നമ്മുടെ അകത്തേക്ക് വന്ന വചനത്തിന്റെ ചിന്ത ക്യാൻസലായി പോവുകയാണ്. അതവിടെ നിൽക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? പകരം നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരുവന് നന്മ കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ന് അനേക ദൈവദാസന്മാർക്ക് വളരാൻ കഴിയാത്ത എന്താ? അനേക ദൈവദാസന്മാര് വളരാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, സഭയുടെ പ്രവർത്തനങ്ങളെ അവർ തകർക്കുകയാണ്. തങ്ങൾക്കില്ലാത്തൊരു ശുശ്രൂഷ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് എന്തെങ്കിലും പറയും, കണ്ടോ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് വചനത്തിലില്ല, കണ്ടോ എന്ന് പറഞ്ഞ് അത് ആരെ അറിയിക്കുന്നത്? ഈ സാധാരണ അറിവില്ലാത്ത ആത്മീയരെന്ന് പറയുന്ന ആത്മലോകത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത ജനത്തോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ജനമല്ല ഇത് കാണുകയും ഉടനെ തന്നെ ആ രീതിയിൽ സ്വീകരിക്കുകയും, പലരും അറിവില്ലാത്ത വിശ്വാസികള് അവരെ ആടിയൊലെന്ന വിശ്വാസം ഇത് കണ്ട് മനസ്സിലാക്കി പിന്നെ ആ ദേവദാസിയെ കണ്ടാൽ ഉടനെ തന്നെ പറയും, ഞങ്ങളുടെ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, ഇത് ആൾക്ക് മൊത്തം പോക്കാണെന്ന്, മൊത്തം ഔട്ടാണെന്ന്. എന്തുവാ സംഭവിക്കുന്നത്? അസൂയയാൽ പ്രവർത്തിക്കുക. അവർക്കും വചനം കൊണ്ടൊരു പ്രയോജനമില്ല, ഈ ജനത്തെയും നശിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന് ജനമേ, മനസ്സിലാക്കുക, ഓരോ ദൈവദാസന്മാർക്കും ഓരോ ശുശ്രൂഷയുള്ള, എല്ലാവർക്കും ഒന്നല്ല. ചിലർക്ക് ഹോപ്പായിരിക്കാം, ചിലർ പ്രത്യാശയായിരിക്കും പറയുന്നത്, ചിലർ രക്ഷയായിരിക്കും പറയുന്നത്, ചിലർ പരിശുദ്ധന്മാരുടെ അഭിഷേകമായിരിക്കും പറയുന്നത്, ചിലർ സ്നാനമായിരിക്കും കൂടുതൽ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. എല്ലാം ദൈവരാജ്യത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിലോട്ട് നോക്കിയേ, കണ്ണ് നടക്കുന്നുണ്ടോ? മൂക്ക് നടക്കുന്നുണ്ടോ? കണ്ണ് ശ്വസിക്കുന്നുണ്ടോ? കാല് തിന്നുന്നുണ്ടോ? അല്ല, കാല് തിന്നണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാല് നടക്കുകയേ ഉള്ളൂ. പക്ഷെ ഇത് എല്ലാം കൂടി ആകുമ്പോൾ ആ ശരീരം പൂർണ്ണ